പ്രധാനമായിട്ടും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്നലെ കേരള സർവകലാശാലയിലെ നാടകീയ സംഭവങ്ങളാണ്. ഇങ്ങനൊരു സിൻഡിക്കേറ്റ് കേരള സർവകലാശാലയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. സസ്പെൻഷനിൽ രജിസ്ട്രാർ, VC സസ്പെൻസിൽ രജിസ്ട്രാർ എന്നതാണ് തലക്കെട്ട് കൊടുക്കുന്നത്. VCയുടെ താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് യോഗം പിരിച്ചുവിടുന്നു. പിന്നീട് യോഗം ഏറ്റെടുക്കുന്നത് ഇടത് അംഗങ്ങളാണ്. അങ്ങനെ ഒരു ചെയർപേഴ്സണെ അവർ തന്നെ തിരഞ്ഞെടുത്ത് അവർ തന്നെ ഒരു സിൻഡിക്കേറ്റ് യോഗം നടത്തി. അതിൽ നിന്ന് തന്നെ VCയുടെ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഷൻ പിൻവലിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് കേരള സിൻഡിക്കേറ്റ്, ഇല്ലെന്ന് VC. എന്താണ് ആ സർവകലാശാലയിൽ നടക്കുന്നത്? സസ്പെൻസിൽ രജിസ്ട്രാർ, യോഗം പിരിച്ചുവിട്ട് VC ഇറങ്ങിപ്പോയി. തുടർയോഗം ചേർന്ന് ഇടത് അംഗങ്ങൾ. ഉടൻ ചുമതല ഏറ്റെടുത്ത് രജിസ്ട്രാർ. കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. രജിസ്ട്രാർ യഥാർത്ഥത്തിൽ സസ്പെൻസിലാണ്. അപ്പം ഈ രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ട് വന്നിട്ടുണ്ട്. അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തായാലും അനിൽകുമാർ ഇന്നലെ ചുമതല ഏറ്റെടുത്തിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനിൽകുമാറിനോട് എത്തി ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിൻ്റെ നടപടി റദ്ദാക്കിയെന്ന് സിൻഡിക്കേറ്റ്. ഇല്ലെന്ന് വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ്. നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ വൈകിട്ട് 4 മണിയോടെ രജിസ്ട്രാർ സർവകലാശാലയിലെത്തി വീണ്ടും ചുമതല ഏറ്റെടുത്തു. സസ്പെൻഷൻ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് സംഭവങ്ങൾ. സിൻഡിക്കേറ്റ് നടപടി അനുകൂലമായതിനാൽ രജിസ്ട്രാർ ഇന്ന് ഹർജി പിൻവലിച്ചേക്കും. കേസ് ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ ഇക്കാര്യം അറിയിക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. കോടതി എന്ത് പറയും എന്നുള്ളത് നോക്കാം. ഹർജി പിൻവലിക്കാനാണ് സാധ്യത. ഹർജി പിൻവലിച്ചു കഴിഞ്ഞാൽ കോടതി അതിനകത്ത് എടുക്കുന്ന നിലപാട് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ സിൻഡിക്കേറ്റ് എടുത്ത ഈ തീരുമാനത്തെ കോടതി എങ്ങനെ കാണും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്ന് വളരെ നിർണായകമാണ് സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചും അനിൽകുമാറിനെ സംബന്ധിച്ചും. മാതൃഭൂമിയിലേക്ക് വന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാർത്ത വായിക്കട്ടെ. കടമക്കുടിക്ക് പരമാനന്ദം, ആനന്ദ് മഹീന്ദ്ര എത്തും. ഈ വർഷം ഡിസംബറിൽ കടമക്കുടി കാണാനെത്തുമെന്ന് പ്രമുഖ വ്യവസായിയും മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാനുമായ ആനന്ദ് മഹീന്ദ്ര ഇന്നലെ എക്സിലാണ് ഇതിന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു നല്ല വിഷ്വലൊക്കെ കൂടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരളത്തിൽ ഒരു വാർത്ത വരുന്നതേ, നമ്മുടെ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു, ജ്യോതി മൽഹോത്ര. ആ ജ്യോതി മൽഹോത്രയ്ക്ക് കേരളത്തിലേക്കുള്ള ക്ഷണം സർക്കാർ വകയായിരുന്നു എന്നുള്ളൊരു വാർത്ത മനോരമ ആദ്യ പേജിലുണ്ട്. ഒരുപക്ഷെ അവരാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. മുമ്പാണ് മന്ത്രി അതിന് പ്രതികരണം പറഞ്ഞു. അതെ, പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ട്രാവൽ വ്ളോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് സംസ്ഥാന സർക്കാർ എന്ന് വിവരാവകാശ രേഖ. പക്ഷേ ഇതിനൊക്കെ മുമ്പാണ് നടത്തിയത്. മാത്രമല്ല ഇത്തരം വ്ളോഗർമാരെയൊക്കെ ക്ഷണിക്കുന്നത് കേരള ടൂറിസത്തെ ലോക മാപ്പിൽ അടയാളപ്പെടുത്താൻ നിർണായകവുമാണ്. ഓക്കെ, ഈ ദേശാഭിമാനിക്ക് വന്നാല് റിയാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു ടൂറിസത്തെ സംബന്ധിച്ചൊരു വാർത്തയുണ്ട്. 140 വനിതാ സംരംഭങ്ങൾക്ക് ധനസഹായം വരുന്നു. ടൂറിസം കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നതിനടക്കം 1.50 കോടി ബയോഗ്യാസ് പ്ലാന്റുകൾക്കും ധനസഹായമുണ്ട്. ഓക്കെ, ദേശാഭിമാനി എഡിറ്റോറിയൽ നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് മനോരമയിൽ മറ്റൊരു വാർത്തയുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ സോളാർ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരാണെങ്കിൽ പകൽ കൊള്ള എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. സോളാർ വൈദ്യുതി ഉൽപ്പാദകർക്കുള്ള തുകയിൽ കടും വെട്ട്. യൂണിറ്റിന് 4.36 രൂപ നൽകേണ്ട സ്ഥാനത്ത് 3 രൂപ 26 പൈസ മാത്രമേ നൽകുന്നുള്ളൂ. വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുന്ന സോളാർ വൈദ്യുതിക്ക് ഉൽപ്പാദകർക്ക് നൽകേണ്ട 4 രൂപ 36 പൈസയ്ക്കു പകരം 3 രൂപ 26 പൈസയാണ്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശത്തിലാണ് ഈ കടുംവെട്ട്. ഇതിലെന്തോ ദുരൂഹത മണക്കുന്നുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ കൂടുതൽ സോളാർ സൗഹൃദമാക്കാൻ ഒരു ഭാഗത്ത് സർക്കാർ ശ്രമം നടത്തുമ്പോൾ അവരെ ഡിസ്കറേജ് ചെയ്യുന്ന തരത്തിലാണ് KSEBയുടെ യാത്ര. എന്താണ് ദേശാഭിമാനി എഡിറ്റോറിയൽ എന്ന് പറയുന്നത്? നമുക്കിട്ടാണല്ലോ മച്ചമ്പി, ഈ ജാഗ്രത വേണം, കാവൽ നിൽക്കണം. അതായത് മാധ്യമങ്ങൾ, ഈ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന സംഭവത്തിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടിനെതിരെയാണ് എഡിറ്റോറിയൽ. അപ്പോൾ തുടക്കം എങ്ങനെയാണ്? കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയാകെ തകർന്നടിഞ്ഞു എന്ന് വരുത്താനാണ് കുറച്ച് ദിവസങ്ങളായി ഒരു വിഭാഗം മാധ്യമങ്ങൾ പുകമറ സൃഷ്ടിച്ചും പ്രതിപക്ഷം അത് ഏറ്റുപിടിച്ചും ശ്രമിക്കുന്നത്. വസ്തുതകൾ മറച്ചുവെച്ച് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ജനലക്ഷങ്ങളെ ഭീതിയിലാത്തുന്ന ആസൂത്രിതമായി പ്രചാരവേലയ്ക്ക് പിന്നിൽ എന്താണ്? അതെ, തുടർച്ചയായിട്ട് ദേശാഭിമാനി ഈ വിഷയത്തിൽ എഡിറ്റോറിയൽ എഴുതുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പിനെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നാണ് ദേശാഭിമാനിയുടെ പക്ഷം. ഇന്നും അത് തന്നെ തുടരുന്നു. മാധ്യമത്തിൽ കേരളയിൽ കോലാഹലം എന്ന തലക്കെട്ടാണ് ഉള്ളത്. അതേസമയം ഇന്നലെ നമ്മുടെ ബ്രിട്ടീഷ് വിമാനം തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ തന്നെ തുടരുകയാണല്ലോ. അത് ഇന്നലെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടെത്തിയ എയർബസ് A400 ചിത്രം കൂടി മാധ്യമം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. റോയൽ എൻട്രി ഇന്ന് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബീഹാറിൽ ജനരോഷം, പിറകോട്ടടിച്ച് കമ്മീഷൻ എന്ന വാർത്ത കൂടി മാധ്യമം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ പൗരത്വ രേഖകൾ ആവശ്യപ്പെട്ടുള്ള വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്കെതിരെ ബീഹാറിൽ പ്രതിഷേധമുയർന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നാട്ടുപോയി എന്നുള്ളതാണ് ഒരുപക്ഷെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ബീഹാറിലെ അതിതീവ്ര വോട്ടർ പട്ടിക പരിശോധന. പിന്നോട്ട് പോയെന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു
ദുരൂഹതയുണ്ട്. അത് ഈ പൗരത്വ രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പശ്ചിമബംഗാളിലടക്കം വന്നേക്കാം ഒരുപാട് വോട്ടർമാർ, 2 കോടിയിലധികം വോട്ടർമാർ പുറത്താവുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പ്രധാനമായും മൈഗ്രേഷനുള്ള സംസ്ഥാനങ്ങൾ. അതെ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആധാർ കണക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ആധാർ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അപ്പോൾ നമ്മൾ വാർത്തയുടെ ചൂടിലേക്ക് കടക്കുന്നു.